മഞ്ചേശ്വരത്തെ സുഡാപ്പി അഷ്റഫിന്റെ സ്ഥാനാർത്ഥിത്വം സുഡാപ്പി RSS ഡീലിന്റെ ഭാഗമാണോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് വെറും 89 വോട്ടിന് ജയിക്കണ സ്ഥലങ്ങളില് ഈ ഇടതുപക്ഷത്തിൽപ്പെട്ട മുസ്ലിം അണികൾ പോലും ആ സമയത്ത് അല്ലെങ്കിൽ ഇതര മതസ്ഥർ പോലും BJP ജയിക്കണ്ട എന്ന് കരുതി UDF വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലങ്ങളിൽപ്പെട്ടതാണ് മഞ്ചേശ്വരം. അവിടെയാണ് SDPI ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത്. അവിടെ ഈ SDPI അതുപോലെ തന്നെ AP ഭാഗം സുന്നിയിലെ SLV എന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ വോട്ട് ഇപ്പൊ CH കുഞ്ഞമ്മൂന് കിട്ടിയ 42,000, അതുപോലെ ഈ LDF വീരമനുഷ്യൻ 40,000, ഇതിലൊക്കെ അവരെ വോട്ടുണ്ട്. എല്ലാ ഏറ്റുകാരും ഇല്ലട്ടാ, സ്ഥിരം ലീഗ് വിരോധികൾ എന്ന ഒരു വിഭാഗമുണ്ട്. ഇവരിഞ്ഞിപ്പോ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ BJP ഇല്ല, നെതന്യാഹു ഇവിടെ നിന്നാലും അല്ലെ ട്രംപ് ഇവിടെ നിന്നാലും. അപ്പോൾ നമ്മൾ RSS ഡീലിലേക്ക് കാര്യങ്ങൾ കടക്കുക, നിങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നുണ്ടാവില്ല. SDPIയുടെ ഭാഗത്തു നിന്ന് ഞാനും വിശ്വസിച്ചിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നു. പണ്ട് ലീഗിൻ്റെ പ്രാസംഗികരും മറ്റൊക്കെ ഇങ്ങനെ പറയും ഇത് ജൂത സൃഷ്ടിയാണ്, അല്ലെങ്കിൽ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒരു സൃഷ്ടിയാണ് SDPI എന്നൊക്കെ ഇങ്ങനെ പൊതുവെ നാട്ടിലൊരു ചെറിയൊരു സംസാരങ്ങളും കാര്യങ്ങളും ചില പ്രഭാഷകരൊക്കെ പറയലുണ്ടായിന്. അന്നൊക്കെ എല്ലാവരും എഴുതി തള്ളീനി. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വാദിക്കില്ല കേട്ടോ, ഇവരെ സൃഷ്ടിയാണ് എന്നുള്ള വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഇവരെ ആഗ്രഹിച്ച സൃഷ്ടിയാണെന്ന് വെച്ചാൽ അതിൽ സംശയമില്ല. കാരണം ഇവരെ കാണിച്ചാണ്ട് ഒരു പേടിപ്പിക്കൽ, അതായത് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനെ പേടിപ്പിച്ച് BJPക്ക് ആളെ കൂട്ടാനും സംഘപരിവാറിന് ആളെ കൂട്ടാനും ഒരു ബുദ്ധിപരമായ നീക്കം വരെ ഇതിലൂടെ നടത്തുന്നുണ്ടെന്ന് ആർക്കും സംശയമില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവം എന്തായിരിക്കും? ഭയപ്പെട്ടിട്ടാണോ? അതായത് സുഡാപ്പികൾക്ക് കുറച്ച് കാലം മുമ്പ് ഒരു റെയ്ഡ് നടന്നത് എല്ലാവർക്കും അറിയാം. SDPI സ്ഥാപനങ്ങൾ എല്ലാവർക്കും അറിയേണ്ട കേസാണല്ലോ. മറ്റേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജംഗമ സ്വത്തുക്കളൊക്കെ മുഴുവൻ ED വന്നുകൊണ്ട് എടുത്തു കൊണ്ടുപോയി. ഇനി അതിൽ നിന്ന് രക്ഷ തേടി അതിൻ്റെ ഡീലാണോ? അതായത് മഞ്ചേശ്വരത്തെ സുരേന്ദ്രനെ വിജയിപ്പിച്ചാൽ നിങ്ങളെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ ചാനൽ ചർച്ചയിൽ ഉള്ള അവസ്ഥ, പല ചാനൽ ചർച്ചയിലും SDPIയുടെ പ്രതിനിധികൾ കിടന്ന് വിയർത്ത് ഒലിക്കുക, ആകെ ന്യായീകരിച്ച് എന്താണ് പറണ്ടെന്നും പിടുത്തില്ല, ആകെ എന്തൊക്കെയോ ഒരു പ്രയാസം. ഏതായാലും BJPക്കാരൻ്റെ ആവശ്യമില്ലാത്തൊരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ വന്ന് അവർക്ക് അപ്പോഴും പ്രശ്നം കോൺഗ്രസും ലീഗ് ഇങ്ങനെ RSSനിട്ട് ചർച്ച നടത്തി. ലീഗ് ഇനിയിപ്പോൾ RSSനിട്ട് ചർച്ച നടത്തി എന്ന് തന്നെ കൂട്ടിക്കോളി. അതിനിപ്പം ഇവിടെ മഞ്ചേശ്വരത്ത് BJP ജയിപ്പിക്കുന്ന രൂപത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തൽ, അതൊക്കെ എന്ത് ന്യായമാണ്? പണ്ട് ശുംഭൻ എന്നുള്ളതിന് മറ്റെങ്ങനെയൊരു അർത്ഥം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചമാരത്തെ ഒരു പ്രത്യേക തരം ഉരുണ്ടുകളി പറഞ്ഞാൽ ഇതുപോലൊരു ഉരുണ്ടുകളി സജീവ രാഷ്ട്രീയക്കാർ പോലും, പ്രായം ചെന്ന രാഷ്ട്രീയക്കാർ പോലും അതത് ഇങ്ങനെ നടത്തില്ല. അത്രയും വലിയൊരു ഉരുണ്ട് കളി. ഏതായാലും ഇതാണ് മഞ്ചേശ്വരത്തെ അവസ്ഥ. ഇത് നിങ്ങൾ ശരിക്കും നോക്കി, ഇതാണ് അവസ്ഥ മൊത്തത്തിൽ. ഞാൻ ഇത് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? എനിക്ക് തോന്നുന്നത് മതേതര വിശ്വാസികളെ ഒന്നുകൂടി ജാഗ്രത പാലിക്കും. തീർച്ചയായിട്ടും എല്ലാ സമൂഹത്തിലും സമുദായത്തിലും പെട്ട ആളുകൾ BJP അവിടെ ജയിക്കണ്ടെന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തന്നെ ചാൻസ് AK അഷ്റഫ് ജയിക്കും.